ആദ്യ ദിവസം സിംഗപ്പൂർ നമ്മളിപ്പം വന്ന് ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്തിട്ടിപ്പോൾ 1 മണിക്കൂറായി. ഒന്ന് ഫ്രഷായി നമ്മളിപ്പം തിരിച്ച് ടൗണിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഹോട്ടൽ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് സിംഗപ്പൂരിൻ്റെ. സിംഗപ്പൂർ സിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഭയങ്കര ഹൈ റൈസ് ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ ആസൂത്രണം ചെയ്ത് പണിതിരിക്കുന്ന ഒരു പ്ലാന്റ് സിറ്റിയാണ്. അപ്പം കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളുടെ അടുത്ത യാത്ര സിറ്റിയിലോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സിംഗപ്പൂർ സിറ്റി ടൂറിലോട്ട് സ്വാഗതം. ഇതാണ് സിംഗപ്പൂരിലെ ഒരു ഐക്കോണിക് ബിൽഡിംഗ്, മെറീന ബേ. ഇപ്പോൾ സിംഗപ്പൂരിലെ മെർലൈൻ പാർക്കിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഹാപ്പനിങ് പ്ലേസ് ആണ്. സിംഗപ്പൂരിൽ ഈവനിങ്ങിൽ വന്നാൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളീ കാണുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ ബാറും കോഫി ഷോപ്സും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി പ്ലേസാണ്. അവിടെ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ്, അത് ഫ്ലോട്ടിംഗ് അല്ല, ബട്ട് അതൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. വാട്ടർ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ മെറീന ബേ പരിസര പ്രദേശങ്ങളിൽ നമ്മൾ വന്നിട്ട് ഏതാണ്ട് ഒരു 2-3 മണിക്കൂറായി. 3 മണിക്കൂറിന് മേളിലായി. ഈ ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ നടന്ന് കണ്ട് എല്ലാ ഭാഗങ്ങളും കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ്. ക്ലൈമറ്റും അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ റോഡിലൂടെ അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഹോട്ടൽ റിസപ്ഷൻ്റെ ബാക്കിലോട്ടൊക്കെ പോയാൽ എല്ലാം ഇതുപോലെ തന്നെയുള്ള കിയോസ്കുകളും ഫുഡ് ഔട്ട്ലെറ്റുകളും ഒക്കെയാണ്. ഇങ്ങനെ ഒരു ബോട്ട് യാത്രയുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൽ കൂടെ ബോട്ടിൽ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാം. ഇങ്ങനൊരു സംഭവമുണ്ട്. സിംഗപ്പൂരിൽ നമ്മൾ എത്തിയത് അറൗണ്ട് ഒരു 12:30 മണിയോടുകൂടിയാണ്. അതിനുശേഷം നമ്മൾ എയർപോർട്ടിൽ തന്നെ ഒരു 3 hour 4 hour അതിൻ്റെ ചുറ്റുവട്ടം എല്ലാം നടന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ ഹോട്ടലിലെത്തിയപ്പോൾ ഒരു 5 മണിയായി. 1 മണിക്കൂർ റെസ്റ്റ് എടുത്തു, ഫ്രഷായി ഉടൻ തന്നെ ഇറങ്ങി. അതിനുശേഷം നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ സ്ഥലത്താണ്. ഇതൊരു ഐക്കോണിക് പ്ലേസാണ്. സിംഗപ്പൂരിലെ എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന ഒരു ഐക്കോണിക് പ്ലേസ്. ഇങ്ങനെ നമ്മൾ മെർലൈനെയൊക്കെ കണ്ട് നമ്മളിതാ ഇതുവഴി ഇങ്ങനെ കറങ്ങി ഇതുവഴി നടക്കുവാണ്. കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഒരു 18 ഡിഗ്രിയാണ് ഇപ്പം. വലിയ ചൂടൊന്നുമില്ല, അത്യാവശ്യം തണുത്ത കാറ്റ്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഐക്കോണിക് സിമ്പലാണ് സിംഗപ്പൂരിൻ്റെ. ഈ മെർലൈൻ്റെ ഈ ഒരു പ്രതിമ ഇങ്ങനെ വെള്ളം ചീറ്റി നിൽക്കുന്നത്. പിന്നെ ഉള്ളത് ആ ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളുണ്ട് അതിൻ്റെ മുകളിൽ. ആ ഹോട്ടലൊരു ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ ആ കാണുന്നത്
ആ ഒരു ഗോപുരം പോലെ കാണുന്നത്. അവിടെ ഈ ലൂയി വിറ്റൺ പോലത്തെ ബ്രാൻഡ് ഔട്ട്ലെറ്റുകൾ അതിലുണ്ട്. ഇതൊരു ഹൈ എൻഡ് ഏരിയ ആണ്. മെറീന ബേ ഇവിടുത്തെ ഒരു അട്രാക്റ്റീവ് പ്ലേസാണ് ഈ ഒരു ബിൽഡിംഗ്. നമ്മൾ സിംഗപ്പൂർ എന്ന് പറഞ്ഞിട്ട് ടി വിയിലോ കാണുമ്പം കാണുന്ന ബിൽഡിങ്സുകളാണ് ഈ സറൗണ്ടിങ് എല്ലാം. നമ്മൾ ഈ നടന്നു വരുന്ന ഈ ബ്രിഡ്ജിൻ്റെ പേര് ജൂബിലി ബ്രിഡ്ജ് എന്നാണ്. ഇത് ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് 15 വർഷമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സിംഗപ്പൂരിൻ്റെ 50th ഇയർ ഇൻഡിപെൻഡൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബ്രിഡ്ജും ഈ ഒരു സംഭവമൊക്കെ ഇവിടെ പണിതിരിക്കുന്നത്. ഊരിൽ ശരിക്കും പറഞ്ഞാൽ വന്ന് കാണാൻ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് വന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കാണാം. ഡിസ്നി ലാൻഡൊക്കെ പോലെ തന്നെയാണ്. അല്ലാതെ ഇതുപോലത്തെ സിറ്റി വൈബും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇവിടെ കൂടുതലും നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാനുള്ളത്. നമ്മൾ ആ സൈഡിലാണ് നിന്ന് ആദ്യം വന്നപ്പോൾ അവിടെ നിന്ന് ഇപ്പം നമ്മൾ കറങ്ങിയടിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. കുറേ നേരമായിട്ട് നമ്മൾ നടക്കുവാണ്. ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാണാനുള്ള ഒരു പാർക്കുണ്ടെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സ്റ്റുഡിയോ, പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു ഐലൻഡുണ്ട്. അതുപോലെ സിറ്റിക്കുള്ള ഒരു സിറ്റി ടൂർ വേണേൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ളൂ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ. പക്ഷേ സിംഗപ്പൂർ നമുക്ക് വന്ന് 1-2 ദിവസം 2-3 ദിവസമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ്. മോറോലെസ് കുറച്ച് എക്സ്പെൻസീവാണ് ഇവിടെ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ളൊരു രാജ്യം കമ്പാരിറ്റീവ്ലി മലേഷ്യ, തായ്ലൻഡ്, വിയറ്റ്നാം ഒക്കെ വെച്ച് നോക്കുമ്പോൾ സിംഗപ്പൂർ ഈസ് ആൻ എക്സ്പെൻസീവ് കൺട്രി. പക്ഷെ അതിൻ്റെ ക്വാളിറ്റിയും നീറ്റ്നെസ്സും ഇവിടുത്തെ ആൾക്കാരിലും കാണാൻ സാധിക്കും. ഇവിടുത്തെ ആ സിറ്റി വൈബിലും നമുക്ക് കാണാൻ സാധിക്കും. അടിപൊളി ഹോട്ടലാണ് ഇത്. പാർക്ക് റോയൽ കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. പാൻ പസഫിക്, മൻഡാരിൻ എല്ലാം കിടിലൻ ഹോട്ടൽസാണ് ഈ ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കറങ്ങി ഒരു ഫുഡ് കോർട്ടിലെത്തി. കൊള്ളാം. ഞാൻ ആദ്യം ഒന്ന് കറങ്ങി നോക്കട്ടെ എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നോ പോർക്കെന്ന്. സിംഗപ്പൂർ പോലത്തെ ഒരു രാജ്യത്തെ, ഒരു ഓപ്പണായ ഒരു രാജ്യത്ത് ഒരു പ്ലേറ്റ് നോൺ മുസ്ലിമിനും യെല്ലോ കളർ പ്ലേറ്റ് മുസ്ലിമിനും സ്ട്രെയിഞ്ച് അല്ലേ. എല്ലാം അടച്ചു. നമ്മൾ തിരികെ പോവാണ്. നമ്മളിപ്പം നമ്മുടെ ഹോട്ടൽ ബോസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും ദൂരം നടന്ന് ഇവിടെ എത്തി. ഇവിടെ നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഒരു മുസ്തഫ മാർക്കറ്റ് വരും. അവിടുന്ന് ഒന്ന് കുറച്ചോ മുന്നോട്ടോ ഒരു മസ്ജിദ് വരും. അത് കഴിഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോയാൽ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പം രാവിലെ ഇപ്പോൾ 7:30 മണി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കഴിച്ചിട്ടാണ് രാവിലെ അങ്ങോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ലിറ്റിൽ ഇന്ത്യ വന്ന് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി സെൻറ്റോസ ഐലൻഡ് എന്ന് പറയുന്ന ആ പ്ലേസിൽ പോകാമെന്നുള്ളതാണ്. അവിടെയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ. അതാണൊരു മെയിൻ ഇന്നത്തെ ട്രിപ്പ്. അതിന് ശേഷം നമുക്ക് സമയം പോലെ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാം. ഒരു വളരെ നോർമൽ ടൗണിൻ്റെ ഒരു ലുക്കൊക്കെ ഉള്ളൂ. അപ്പോൾ കാര്യമായിട്ടൊരു ഹൈഫൈ ലുക്കൊന്നും നമുക്ക് ഇതിനകത്ത് പറയാനില്ല. സാധാരണ ഷോപ്പ്. രാത്രി ഫുൾ ടൈം കറങ്ങിയതും ഡിന്നറൊക്കെ കഴിക്കാൻ നിന്നതൊക്കെ മെറീന ബേയിലാണ്. മെറീന ബേയിൽ തന്നെയായിരുന്നല്ലോ ആ സിംഹത്തിൻ്റെ വായിക്കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ ചാടുന്ന ആ സംഭവങ്ങളും
ആ ഫൗണ്ടനും അവിടെ ഒരു ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്ന സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനായിരുന്നത്. അവിടെ പോയി അവിടെ നമ്മുടെ ഈവനിങ് സ്പെൻഡ് ചെയ്തു. ഇന്ന് ക്ലൈമറ്റ് ഇവിടെ കാണിക്കുന്നത് മഴ ഉണ്ടാവുമെന്നാണ്. അതുകൊണ്ട് ഒരു ചെറിയ വിഷയമുണ്ട്. എനിക്കിത് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇവർ പ്രത്യേകിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ. കണ്ടില്ല, മുസ്ലിം ഷെഫ് ഇത് ഞാനിവിടെ പ്രത്യേകമായിട്ട് കണ്ടൊരു സംഭവം. ഒരു പക്ഷേ ഈ ഹലാൽ വിഷയം കൊണ്ടായിരിക്കാം ഇവിടെയൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിം ഷെഫ് കണ്ടിരുന്നു. അവിടെ നമ്മൾ മെറീന ബേയിൽ നിന്ന് ആ ഒരു ഫുഡ് കോർട്ടിൽ ചെന്നപ്പോഴത്തേക്കും പ്ലേറ്റുകളൊക്കെ സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ മീറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം അവരങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് മുസ്ലിംസിനും നോൺ മുസ്ലിംസിനും 2 ടൈപ്പ് ഓഫ് കളർ ആണ് പ്ലേറ്റ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മസാജ് ആൻഡ് സ്പാ. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്കൊരു ലെഗ് മസാജ് ഇവിടെ എടുക്കണമെങ്കിൽ $50. ഈ ഭാഗങ്ങളൊക്കെ ന്യൂ സിറ്റി അല്ലാന്ന് കണ്ടാൽ തന്നെ അറിയാം പഴയ സിറ്റി ആണെന്ന്. കാരണം എല്ലാം ഓൾഡ് ലുക്കുള്ള ബിൽഡിങ്സൊക്കെയാണ്. റെസ്റ്റോറൻറ്റ്സുകളൊക്കെ ഉള്ള ഏരിയകളാണ്. സൈക്കിളിസ്റ്റ് ഒത്തിരി പോകുന്നുണ്ട് രാവിലെ. നമ്മൾ ഇതാണ്ട് ഇപ്പോൾ പോകാൻ പോകുന്ന വീരസ്വാമി റോഡിൻ്റെ ആ റൂട്ടിലോട്ടാണ്. 1 വേ ആണത്. സിറ്റി ബസ്സാണിത്. ഒരു $2 ആണ് അവിടെ ഇതൊക്കെ. $1.2 ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് വേറൊരു ഡെസ്റ്റിനേഷനിൽ പോകാൻ. ലിറ്റിൽ ഇന്ത്യയിലോട്ട് പോകുന്ന ആ വീരസ്വാമി റോഡ് മുമ്പേ കണ്ടില്ലേ, ആ ഭാഗത്തോട് നടന്നു പോവാം. ഇതൊക്കെ റെസിഡൻസ് ഏരിയ. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ബിയറാണ്. ഇവിടെ കുറേ ഷോപ്പിൽ പോയാൽ ഈ ബിയർ കാണാം. കാസ്ബർഗ് ജർമ്മൻ ബിയറാണെന്ന് തോന്നുന്നു. കാസ്ബർഗ് ഇത് ഒത്തിരി പേര് ഇവിടെ ഇത് കുടിക്കുന്നുണ്ട്. എൻ്റെ പേരാണ്. നമ്മളിപ്പോൾ ലിറ്റിൽ ഇന്ത്യ പോയതിന് ശേഷം ഇതെല്ലാം ഫുഡ് കോർട്ട് പോലുള്ള സംഭവങ്ങളാണ് മൊത്തം. നമ്മുടെ തട്ടുകട പോലെ ഇവിടെ സ്റ്റൈലായിട്ട് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. കണ്ടില്ലേ? അതിനുശേഷം ലിറ്റിൽ ഇന്ത്യ പോയി കഴിഞ്ഞ് തിരിച്ച് നമ്മളിനി പോകേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു പ്ലേസിലും നമുക്ക് പോകാനുണ്ട് ഇന്ന്. ഇതെല്ലാം കൂടെ നമുക്ക് ഇന്ന് കറങ്ങി തീരണം. ഗാർഡൻ ബൈ ദ വേ എന്ന് പറഞ്ഞ സ്ഥലത്തും പോകണം, ചൈന ടൗണിലും പോകണം. ഇവിടെയൊക്കെ പോകേണ്ടതുണ്ട്. ഇന്ന് എന്തായാലും ഫുൾ ഡേ കറക്കുക. രാത്രിയിലെ ഹോട്ടലിൽ തിരികെ ചെല്ലും. പോലീസിൻ്റെ വണ്ടിയാണിത്. കണ്ടു പോലീസ് ഇതിനകത്തൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും പോവുക. ഇതിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു മദ്രാസ് കഫേ കാണാം. വീരസ്വാമി റോഡിൽ കൂടെയാണ് പോകുന്നത്. നല്ല തമിഴ് ഗാനം നമുക്കിവിടെ കേൾക്കാം. കണ്ടാണ് ശ്രീ ശ്രീ വീരമ്മ കാളിയമ്മാൻ. വീരമ്മ കാളിയമ്മാനാണോ വീരമ്മ? അങ്ങനെ ആയിരിക്കും. വീരമ്മ കാളിയമ്മാൻ ടെമ്പിൾ എന്നാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഹിൽട്ടൺ ഗാർഡനുണ്ട് ഇതിനോട് ചേർന്ന്. ഇതാണ് അമ്പലം. ഉണ്ട് ജോയ് ആലുക്കാസ്. ലിറ്റിൽ ഇന്ത്യയിലെ ജോയ് ആലുക്കാസ് ഇത്. ബൈ ദ വേ സിംഗപ്പൂരിലെ ഒഫീഷ്യൽ ലാംഗ്വേജാണ്, ഒരു ഒഫീഷ്യൽ ലാംഗ്വേജാണ് തമിഴും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തമിലിയൻസിൻ്റെ ആ ഒരു പോപ്പുലേഷനിൽ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ ഒത്തിരി ഉണ്ട്. ഇവിടുത്തെ മലബാർ ഗോൾഡും ഉണ്ട് തൊട്ടിപ്പുറ തന്നെ. ജോയ് ആലുക്കാസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ജോയ് ആലുക്കാസ് എവിടെ ഉണ്ട് അവിടെ മലബാർ ഗോൾഡും എത്തിയിരിക്കും. ആ ഒരു ട്രെൻഡ് സൗദി അറേബ്യയിലും കാണാം, ദുബൈയിലും കാണാം, എല്ലാ മിഡിൽ ഈസ്റ്റിലും ഉണ്ട്. എന്തിനു പറയുന്നു, നമ്മുടെ ഇന്ത്യയിലും എല്ലായിടത്തും അങ്ങനെയല്ല. പീപ്പിൾ ഇവിടെ ഇന്ത്യൻ വംശജരെ കാണുന്നത് മുഴുവൻ തമിഴ്നാട്, തെലുങ്കാന അവിടെ നിന്നുള്ളവരാണ് കൂടുതലും. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വിലാസ് എന്ന് പറയുന്ന
വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലെത്തി. ഇതാണ് കോമള വിലാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. സിംഗപ്പൂരിലുള്ള ലിറ്റിൽ ഇന്ത്യയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നമ്മൾ കോമള വിലാസ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫിൽട്ടർ കോഫിയാണ് ആദ്യം ഓർഡർ ചെയ്തത്. ഇതാണ് നല്ല ഫ്രഷ് വടയൊക്കെ വന്നിരിപ്പുണ്ട് ഇവിടെ. ഇതാണ് കോമള വിലാസിൻ്റെ റിസപ്ഷൻ. എല്ലാവരും ഇവിടെ നിന്ന് ചായ കുടിക്കുന്നു. അങ്ങനെ കോമള വിലാസം റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ച് ഇറങ്ങി. വെതർ ഫോർകാസ്റ്റ് പറഞ്ഞിരുന്നു മഴ ഉണ്ടാകുമെന്ന്. അതിപ്പോൾ ഇതേ സംഭവിച്ചു. ചെറിയ ചാറ്റൽ മഴയുണ്ട്. കംപ്ലീറ്റ് ഇതുപോലെ മണി എക്സ്ചേഞ്ചും ഗോൾഡ് സൂക്കും അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. കോമളവിലാസം റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ശരവണ ഭവനും ആര്യഭവനും ഒക്കെ പോലത്തെ ഒരു റെസ്റ്റോറൻറ്റ് അതാണ്. കുഴപ്പമില്ല, ഫുഡ് ഓക്കെയാണ്. നമ്മൾ ഊബർ പിടിച്ച് ലിറ്റിൽ ഇന്ത്യയിൽ മഴ കാരണം. സിംഗപ്പൂർ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ വന്ന് കാണുന്ന ഒരു പ്ലേസാണ് ഈ ലിറ്റിൽ ഇന്ത്യ. ലിറ്റിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കുറേ കൂടെ ഭംഗി രാത്രി സമയത്ത് ഇതുവഴി പാസ് ചെയ്യുമ്പോഴാണ്. നമുക്ക് ഈ സ്ഥലമൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല രസത്തിലായിരിക്കും ഈ ഒരു സ്ട്രീറ്റൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ പഴയ പഴയ കെട്ടിടങ്ങളും അതുപോലത്തെ ഇന്ത്യൻ ഷോപ്പുകളും അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ ഹോട്ടൽ ബോസ് എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്. നടന്നു വരാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു 25 മിനിറ്റ് നമുക്ക് ഹോട്ടലിൽ നിന്ന് ഇവിടെ നടന്നെത്താം. വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ മഴ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ടാക്സി എടുത്ത് പോകുന്നേ ഉള്ളൂ. കാര്യമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം നമുക്ക് നടക്കണേ കുറേ നേരം മഴ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആകെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ദിവസം ഇനിയിപ്പോൾ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ്. ഈ മഴ വന്നത് തന്നെ നമുക്കിപ്പോൾ ഒരു വലിയൊരു യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ വന്നു. അപ്പം ബാക്കി പുള്ളിയെടുത്ത് പേയ്മെൻറ്റ് മേടിച്ചിട്ട് ഇതാ നമ്മൾ ഹോട്ടലിൽ ഇട്ട് പോവുകയാണ്. നമ്മളങ്ങനെ ഹോട്ടലിലെത്തി. ഭയങ്കര തിരക്കാണ് റിസപ്ഷൻ്റെ മുന്നിലൊക്കെ. മുഴുവൻ ഇന്ത്യൻസാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ സെൻറ്റോസ് ഐലൻഡിലോട്ടൊക്കെ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ പ്ലേസൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.